മഴത്തോരു മുമ്പേയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശരണ്യ സത്യം തുറന്ന് പറഞ്ഞിട്ട് കോടതി നമ്മുടെ രോഹിത്തിനെ വെറുതെ വിടുകയാണ്. ആ ഒരു സമയത്ത് അലീനയുടെ ആ ഒരു പ്രയത്നം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, എൻ്റെ മകനെ വെറുതെ വിട്ടത് എന്നൊക്കെ ബാലചന്ദ്രൻ്റെ മനസ്സിൽ ഉള്ളതുകൊണ്ട് തന്നെ അലീനയോട് നന്ദി പറയുകയും ചെയ്യുന്നുണ്ട്. മോളെ, നീ ഇടപെട്ടതുകൊണ്ടും നീ ശരണ്യയെ കാണാൻ പോയതുകൊണ്ടും ഒക്കെ തന്നെയാണ് ഇങ്ങനെ സംഭവിച്ചത്. ആ പെൺകുട്ടിയുടെ മനസ്സ് മാറ്റിയെടുക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് രോഹിത്തിനെ ഇന്ന് എനിക്ക് തിരിച്ച് കിട്ടിയത്. അതിന് ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് എങ്ങനെ നന്ദി പറയണം എന്നറിയില്ല മോളെ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ അലീന പറയുന്നുണ്ട്, രോഹിത്ത് എൻ്റെ കൂടെ അനിയനല്ലേ അച്ഛ. അപ്പോൾ ഒരു ചേച്ചിക്ക് ഒരു അനിയൻ ജയിലിൽ കിടക്കുമ്പോൾ ആ ഒരു വിഷമവും ഒക്കെ ഉണ്ടാവില്ലേ, ആ ഒരു എൻ്റെ കടമയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എൻ്റെ മകൻ നിന്നോട് ദ്രോഹങ്ങളെ ചെയ്തിട്ടുള്ളൂ, എന്നാലും നീ ഇങ്ങനെ ഒരു പാവം പിടിച്ച പെൺകുട്ടിയായല്ലോ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് അലീനയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അങ്ങനെ പിന്നീട് അലീനയോട് പറയുന്നുണ്ട്, എന്തായാലും ശരണ്യ കാര്യത്തിൽ നമ്മോട് സഹകരിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരു അത്ഭുതം സംഭവിച്ചത്. അതുകൊണ്ട് ആ കൊച്ചിനെ കണ്ടിട്ട് എനിക്ക് അവളോടൊന്ന് മാപ്പ് പറയുകയും അതുപോലെ അവൾക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് വാങ്ങിച്ച് കൊടുക്കുകയും ഒക്കെ ചെയ്യണം. പ്രത്യുപകാരം എന്നുള്ള രീതിയിലല്ല, എൻ്റെ ഒരു സന്തോഷത്തിന് ആ പെൺകൊച്ചിന് എന്തെങ്കിലും ഒന്ന് ചെയ്ത് കൊടുക്കണമെന്ന് എനിക്കുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് അലീന പറയുന്നുണ്ട്, അച്ഛാ ഈ ഒരു സമയത്ത് നിങ്ങളിപ്പോൾ പോകാൻ നിൽക്കണ്ട. കാരണം അലീന നമ്മുടെ ശരണ്യ നമുക്ക് അനുകൂലമായിട്ട് കോടതിയിൽ സത്യങ്ങൾ പറഞ്ഞത് കൊണ്ട് തന്നെ നാട്ടുകാർ ഏതൊക്കെ രീതിയിലാണ് പ്രതികരിക്കുക എന്നുള്ളത് തന്നെ അറിയില്ല. അവളുടെ കാര്യം ഇനി കഷ്ടത്തിലാവുമെന്നാണ് തോന്നുന്നത് എന്നൊക്കെ നമ്മുടെ അലീന ബാലചന്ദ്രനോട് പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാനിപ്പോൾ എന്ത് നേരിടാനുള്ള കരുത്ത് എനിക്കുണ്ട്. ആ ഒരു ശക്തി എൻ്റെ മകൻ തിരിച്ചു വന്നതോടുകൂടെ, അവൻ നിരപരാധിയാണെന്ന് അറിഞ്ഞതോടുകൂടെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരും എന്നെ ഒരു ചുക്കും ചെയ്യില്ല. അവൾക്ക് എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്തു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ശരണ്യയ്ക്ക് വലിയൊരു വിലപിടിപ്പുള്ളൊരു ഗിഫ്റ്റുമായിട്ട് ബാലചന്ദ്രൻ പോവുകയാണ്. സ്വർണത്തിൻ്റെ ഗിഫ്റ്റുമായിട്ടാണ് ബാലചന്ദ്രൻ പോകുന്നത്. അങ്ങനെ നേരെ ശരണ്യയുടെ വീട്ടിലെത്തുകയാണ്. വീട്ടിലെത്തുന്ന സമയം കൊണ്ട് തന്നെ നാട്ടുകാരെല്ലാവരും അവിടെ കൂട്ടം കൂടിയിരുന്നു. അങ്ങനെ നാട്ടുകാർ ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ അവർക്ക് ചെലവും കൊടുക്കാനും പണം കൊണ്ട് മൂടാനും വന്നിരിക്കുകയായിരിക്കും. കാരണം തെറ്റ് ചെയ്തവരെ പാവങ്ങൾ രക്ഷിച്ച് തരണമല്ലോ. പണം എറിയാനല്ലേ നിങ്ങൾക്കൊക്കെ അറിയുള്ളൂ, പൈസക്കാർക്ക് എന്തും ആവാലോ എന്നൊക്കെ ഇങ്ങനെ നാട്ടുകാർ പറഞ്ഞിട്ട് ബാലചന്ദ്രനെ ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ച പയ്യൻ്റെ അച്ഛനല്ലേ, നിങ്ങളൊക്കെ ഒരു അച്ഛനാണോ എന്നൊക്കെ കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും കേട്ട ഭാവം ബാലചന്ദ്രൻ കാണിച്ചില്ല. ബാലചന്ദ്രൻ അവരോടായിട്ട് പറയുന്നുണ്ട്, എൻ്റെ മകൻ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഭാഗത്ത് ന്യായമുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ന്യായത്തിൻ്റെ കൂടെ ഞാൻ നിൽക്കുകയുള്ളൂ. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ ഇറക്കാനുള്ള ഒരു സപ്പോർട്ടും എൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവില്ല. അത് എന്നെക്കുറിച്ച് അന്വേഷിച്ചാൽ നിങ്ങൾക്കറിയാൻ സാധിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ശരണ്യയുടെ അടുത്തോട്ട് കയറി പോവുകയാണ്. അങ്ങനെ ശരണ്യയെ കണ്ടിട്ട് മാപ്പ് ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നിൻ്റെ ഈ ഒരു അവസ്ഥ വന്നതിൽ എൻ്റെ മകന് അറിഞ്ഞുകൊണ്ടൊരു പങ്കുമില്ല. പക്ഷേ അവിടെ പ്രതികരിക്കണമായിരുന്നു എൻ്റെ മകൻ, അത് ചെയ്തില്ല. ആ ഒരു തെറ്റ് എൻ്റെ മകൻ്റെ ഭാഗത്തുണ്ട്. എങ്കിലും നീ അതൊന്നും ഇതാക്കാതെ എൻ്റെ മകനെ നീ രക്ഷിച്ചല്ലോ. നിനക്ക് ഒരുപാട് നന്ദിയുണ്ട്. നിന്നോടുള്ള നന്ദി ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഒരച്ഛൻ എന്നുള്ള രീതിയിൽ എന്നെ വിളിക്കുകയുമൊക്കെ ചെയ്യാം. പിന്നെ ഞാൻ ചെറിയൊരു സമ്മാനം നിനക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, അത് നീ സ്വീകരിക്കണം എന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ടുകൊണ്ടാണ് അടുത്തുള്ള ഒരു അയൽവാസി, ഒരു സ്ത്രീ അങ്ങോട്ട് വരുന്നത്. ഇനിയിപ്പം പണമായിട്ടും സ്വർണമായിട്ടൊക്കെ മൂടുമല്ലോ, ഇതിനു വേണ്ടിയിട്ടാണല്ലോ നീയൊക്കെ കോടതിയിൽ ഇവരുടെ മകനെ രക്ഷിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തത്. ഇനിയിപ്പോൾ ഇവർ മതിയല്ലോ നിനക്കും നിൻ്റെ അച്ഛനും. നീയൊക്കെ ഇങ്ങനെയുള്ള ഒരു സ്ത്രീ ആയിപ്പോയല്ലോ, വെറുതെയല്ല നിനക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് മോശമായിട്ടുള്ള രീതിയിൽ ശരണ്യയെ കുറ്റം പറയുകയാണ്. ഇത് കേട്ടിട്ട് ബാലചന്ദ്രൻ അങ്ങനെ സഹിച്ചില്ല. നിങ്ങളൊരു സ്ത്രീയാണോ, ഇങ്ങനെയൊക്കെയാണോ പറയേണ്ടത്? ഇവൾ കള്ളത്തരമൊന്നും കോടതിയിൽ പറഞ്ഞിട്ടില്ല. ഉണ്ടായത് സത്യം പോലെയാണ് പറഞ്ഞത്. അത് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്, നിങ്ങൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളല്ലല്ലോ, കള്ളത്തരങ്ങളല്ലല്ലോ ഇവൾ കോടതിയിൽ പറഞ്ഞത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര അമർഷം. അതുകൊണ്ട് ഇവരുടെ കാര്യത്തിൽ കൂടുതൽ വിമർശിക്കാനോ ചോദ്യം ചെയ്യാനോ വന്നാൽ ഇനി ഞാനുണ്ടാവും ഇവർക്ക് എന്ന് ബാലചന്ദ്രൻ ഉറപ്പ് കൊടുക്കുകയാണ്. അത് കേട്ടപ്പോൾ ശരണ്യയ്ക്ക് ഒരുപാട് സമാധാനമാവുന്നുണ്ട്. പക്ഷേ ശരണ്യയുടെ അച്ഛനും അമ്മയും ആണെങ്കിൽ ബാലചന്ദ്രനോട് ഇറങ്ങിപ്പോവാൻ ആവശ്യപ്പെടുകയും ഇനിയെങ്കിലും ഞങ്ങൾ ജീവിക്കാൻ അനുവദിക്കണം, ഇതുപോലുള്ളൊരു ജീവിതം ഇനി എന്തായാലും ഞങ്ങൾക്ക് കിട്ടത്തില്ല, അതിന് മാത്രം എൻ്റെ മകള് വരുത്തി വെച്ചിട്ടുണ്ടല്ലോ, അതിനുകൊണ്ട് സാറെങ്കിലും ഇനി ഞങ്ങൾക്കൊരു സമാധാനം തരണം, ഇവിടെ നിന്ന് പോകൂ എന്നൊക്കെ പറഞ്ഞിട്ട് ബാലചന്ദ്രനെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ്.